ഫോണ് 25,000 രൂപ പ്രൈസ് റേഞ്ച് ആണെങ്കിലും ഇതിലെ ബാറ്ററി വരുന്നത് 7200 mAh ആണ്. ഇതാണ് ഗൈസ് നമ്മുടെ വിവോൻ്റെ Y51 Pro എന്ന് പറയുന്ന ഫോണ്. ഓഫ്ലൈൻ മാർക്കറ്റിൽ ഒരുപാട് പേര് വാങ്ങിക്കാൻ ചാൻസ് ഉള്ള ഒരു ഫോൺ ആയതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഈ ഒരു ഫോണിൽ വന്നിരിക്കുന്ന ചിപ്സെറ്റ് നമ്മുടെ ഡയമണ്ട്സിയുടെ 7330 ടർബോ എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റാണ്. അത്യാവശ്യം അടിപൊളിയാണ്. 4K വീഡിയോ 30 FPS ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറ നോക്കുകയാണെങ്കിൽ മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഒരു പോർട്രേറ്റ് സെൻസറാണ് വരുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ നമുക്ക് 8 മെഗാപിക്സലിൻ്റെ ക്യാമറ വരുന്നുണ്ട്. IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് നമുക്ക് 6.75 ഇഞ്ച് സൈസാണ് വരുന്നത്. അതുപോലെ തന്നെ ബാറ്ററി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 7200 mAh ബാറ്ററി വരുന്നുണ്ട്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമ്മുടെ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP68 അതുപോലെ തന്നെ IP69 റേറ്റിംഗ് വരുന്നുണ്ട്. കീട്ടിലൻ ഡിസൈൻ ആണ്. ഇത് നോബിൾ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറാണ്. ഇതേപോലെ തന്നെ ഫെസ്റ്റിവൽ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളർ വരുന്നുണ്ട്. അതും നല്ല കിടിലൻ ലുക്കാണ്. സോ നിങ്ങളൊരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല കിടിലൻ ലുക്കുള്ള അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉള്ള വലിയ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് ഉള്ള നോർമൽ ആയിട്ടുള്ള ഒരു ക്യാമറ പെർഫോമൻസ് ഒക്കെ നോക്കുന്ന ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് വിവോയുടെ Y51 Pro എന്ന് പറയുന്ന ഫോൺ. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം.